കോഴിക്കോട് അരീക്കാട് ചുഴലിക്കാറ്റ് ആഞ്ഞുവീശി റെയിൽവേ ട്രാക്കിലേക്ക് 3 മരങ്ങൾ കടപുഴകി വീണു. റെയിൽവേ ട്രാക്കിന്റെ വൈദ്യുതി ലൈൻ തകർന്നു വീണു. ട്രെയിനുകൾ സർവീസ് നിർത്തിവെച്ചു. ഒരു ട്രാക്ക് ഭാഗികമായി തുറന്നു. ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിച്ചു. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, നിലവിലെ അവിടുത്തെ സ്ഥിതി എന്താണ്? ഏതൊക്കെ ട്രെയിനുകളാണ് പുനഃക്രമീകരിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, തീർച്ചയായും ഈ വഴി കടന്നു പോകുന്ന കോഴിക്കോട് വഴി കടന്നു പോകുന്ന ഭൂരിഭാഗം ട്രെയിനുകൾ 3 മണിക്കൂറോളാണ് വൈകിയത്. കാരണം അരീക്കാട് ഭാഗത്ത് ഇത്തരത്തിൽ ട്രാക്കിലേക്ക് 3 മരങ്ങളും അതുപോലെ തന്നെ ഒരു വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെ കനത്ത കാറ്റിൽ പറന്നു വന്ന് വീഴുകയായിരുന്നു. തുടർന്ന് ഈ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് അടിയന്തിരമായി റെയിൽവേയുടെ അധികൃതർ ഇടപെട്ട് പ്രത്യേക വൈദ്യുത പരിശോധന വാഹനം ഉൾപ്പെടെ എത്തിച്ച് ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു നീക്കിയത്. ഇപ്പോൾ ഈ വീണ മേൽക്കൂര മുറിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതുമാത്രമല്ല, ഒരു ഭാഗത്തെ റെയിൽവേ ട്രാക്ക് പൂർണ്ണമായും ഭാഗികമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തു. ഇതിലെ ആദ്യം എറണാകുളം ഭാഗത്തേക്കുള്ള മംഗലാപുരം എക്സ്പ്രസ്, തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് പോയി. ഇനി അടുത്ത ഇപ്പോൾ യശ്വന്ത്പൂർ എക്സ്പ്രസ് കടന്നു പോയിട്ടേ ഉള്ളൂ ബാംഗ്ലൂരിലേക്കുള്ള. അങ്ങനെ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും കനത്ത കാറ്റിലും മഴയിലുമാണ് ഇത് സംഭവിച്ചത്. റെയിൽവേയുടെ ഉൾപ്പെടെ 3 വർഷത്തോളമായി ഈ പ്രദേശത്തുള്ള വലിയ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ഒരു നിർദ്ദേശം നാട്ടുകാർ ഉൾപ്പെടെ നൽകിയിരുന്നു. പക്ഷേ അത് ഗൗരവമായി പരിഗണിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പൊടുന്നൊരു അപകടമുണ്ടായത് എന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു പരാതിയുണ്ട്. മാത്രമല്ല, ഇങ്ങോട്ട് ഫയർഫോഴ്സിന് ഉൾപ്പെടെ എത്താൻ സാധിക്കാത്ത തരത്തിലുള്ള വഴി ഗതാഗത സൗകര്യമില്ല എന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഭാഗികമായി ഈ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഒരു ട്രാക്കിലൂടെ. മാത്രമല്ല, വലിയ അപകടം ഒഴിവായി. ഇപ്പോൾ ധാപ്പ എക്സ്പ്രസ് ആണ് ഇതേ ലൈനിൽ നിർത്തിയിട്ടിരിക്കുന്നത്. ഒരു 100 മീറ്റർ മാത്രം അകലെയാണ് ധാപ്പ എക്സ്പ്രസ് നിർത്തിയിട്ടത് ഈ മരം വീണതിൻ്റെ. എന്തായാലും വലിയ അപകടം ഒഴിവായി. പക്ഷേ ഇതിൻ്റെ ഈ മേൽക്കൂര പതിച്ചതും മരങ്ങൾ വീണ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ വലിയ ദുരന്തം ഒഴിവായതിൻ്റെ നേരിട്ട അനുഭവം മനസ്സിലാവും. എന്തായാലും നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. കാരണം തുടർന്നും ഇത്തരം മഴയും കാറ്റും ഒക്കെ വരുമ്പോൾ ഈ റോഡിന്റെ അരികിലൊക്കെ തന്നെ വലിയ മരങ്ങളുണ്ട്. അത് വീണ്ടും ഒരു അപകട സ്ഥിതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കും എന്നാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും ഇപ്പോൾ ഭാഗികമായി ഒരു ട്രാക്കിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വഴി നിരവധി ട്രെയിനുകൾ പിടിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിലായി. കനത്ത മഴയിൽ പല ഭാഗത്തും ഈ റെയിൽവേ ലൈനിന്റെ പലയിടങ്ങളിലും പല പാതകളിലും ഇത്തരത്തിൽ മരം വീണ ഗതാഗത തടസ്സം തുടരുന്നുണ്ട് കനത്ത മഴയിൽ. എന്തായാലും ഈ അരീക്കോട് ഭാഗത്ത് ഒരു ഭാഗത്തെ റെയിൽവേ ലൈൻ ഭാഗികമായി തടസ്സങ്ങൾ നീക്കിയിട്ടുണ്ട് റെയിൽവേ. വീടിന്റെ മേൽക്കൂര ഭാഗത്തെ ആ മേൽക്കൂര മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടുത്തെ ഇലക്ട്രിക് ലൈനിൽ കുരുങ്ങി നിൽക്കുകയാണ്. അത് പൂർണ്ണമായും മുറിച്ചു മാറ്റിയാൽ മാത്രമേ ഭാഗികമായി ഈ ഭാഗത്തൂടെ ഈ ട്രാക്ക് പൂർണ്ണമായും സജ്ജമാക്കാൻ കഴിയൂ. അതിന് മണിക്കൂറുകൾ എടുക്കും. 3 മണിക്കൂർ വൈകിയാണ് ഈ ഒന്നാമത്തെ ട്രാക്ക് ഇവർ ഗതാഗത യോഗ്യമാക്കിയത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇത് ഈ ഗതാഗത സജ്ജമാകണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും വലിയ അപകടം ഒഴിവായി ആശ്വാസത്തിലാണ് പ്രദേശത്തെ നാട്ടുകാർ. ഇത്തരത്തിൽ കൂടുതൽ മരങ്ങൾ മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതിൽ അവർക്ക് വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു. അഖില, ഒരു മരത്തിന്റെ വലിയൊരു കൊമ്പ് തന്നെ എന്ത് ചെയ്തു, 2 ലൈനിന്റെ മുകളിലേക്ക് വീണ് മൊത്തത്തിൽ വീഴായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. പ്രദേശത്തുള്ള കുട്ടികളെല്ലാവരും കൂടി കയ്യും കാട്ടി അവരുടെ സംയോജിതമായ ഇടപെടലിലൂടെ വണ്ടി നിർത്തിവെച്ചു. ഉടനെ തന്നെ പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും നാട്ടുകാരെന്ത് ചെയ്തിട്ടുണ്ട് വിവരം അറിയിച്ചു. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഇത് മരം മുറിച്ച് മാറ്റാൻ ആരംഭിച്ചെങ്കിലും റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് വേണ്ട, റെയിൽവേന്റെ ആളുകൾ കൂടി വന്നിട്ട് ലൈനാണ് 25,000 വാട്ട്സിന്റെ കമ്പിയാണെന്ന് പറഞ്ഞു. അത്രക്കും ശക്തമല്ല. തൊട്ടടുത്ത് അപ്പുറത്തൊക്കെ എന്തിട്ടുണ്ട് ഒരുപാട് മരങ്ങൾ മറ്റൊക്കെ വീട് കിടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ, അവനവന്റെ ഇടവഴിയിലും വീടുകളിലൊക്കെ എന്തായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറിയാലോ, കാലവർഷം വന്നതോടുകൂടി മഴയും കാറ്റും ഒക്കെയാണ് വിവിധ പ്രദേശങ്ങളിലൊക്കെ. പക്ഷേ ഈ റെയിൽവേ ട്രാക്കിന്റെ തൊട്ട് അരികിലായിട്ട് വലിയ വമ്പ മരങ്ങളാണ് നിൽക്കുന്നത്. പക്ഷേ ഈ പ്രദേശവാസികൾക്കൊന്നും തൊടാൻ പോലുള്ള അനുമതിയില്ല. ഇങ്ങനെയുള്ളൊരു ദുരന്തവും പ്രശ്നങ്ങളും ഉന്നയിച്ച് നമ്മൾ റെയിൽവേനൊക്കെ കണ്ട് സംസാരിച്ചതാ. എന്നിട്ട് പോലും ഒരു നടപടി ഉണ്ടാവില്ല. ഒരു കാടും മറ്റു കാര്യങ്ങളൊക്കെ ട്രാക്കിലേക്കാണ് വന്ന് വീഴുന്നത്. എന്നാൽ പോലും ഒരു തീരുമാനമോ നടപടിയോ ഇതുവരെ റെയിൽവേന്റെ, ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വരുമാന
ജനസ്രോതസ്സാ ഈ റെയിൽവേ എന്ന് പറയുന്നത്. ഇപ്പം ഈ മരം ഈ ട്രാക്കിലേക്ക് വന്നതിനെ കൊണ്ട് ഈ ചുറ്റുഭാഗമുള്ള വീടുകളുണ്ടല്ലോ അത് തന്നെ അതിന്റെ മേൽക്കൂര തന്നെ തകർന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ ആരും ഒരു ചർച്ച എടുക്കൂല, ആരും പരാതി ഏറ്റെടുക്കൂല. പക്ഷെ എന്നാലും പ്രയാസം കൊണ്ട് പറയാം, എന്നാ ഇത്രയൊരു അപകടം ഉണ്ടായി, ഈ സമയം വരെ ഒരു ഫയർഫോഴ്സിന് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ഒരു ആംബുലൻസ് ഒരു ആംബുലൻസ് വരെ വരാനുള്ള സൗകര്യം ഇല്ല. ഇനിയിപ്പോ ആ ട്രെയിനിന്റെ മുകളിൽ ഈ മരം വീണെന്നിരിക്കുക, ഈ വലിയൊരു അപകടമാണ് നമ്മൾ കഴിച്ചിലായത്. പക്ഷെ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ ജനങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാനുള്ള ഒരു മാർഗമുണ്ടോ? വലിയ അപകടത്തിൽ നിന്നാണ് സാർ ഒഴിവായത്. കാരണം ട്രെയിൻ നിർത്തിയിട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം ഇവിടെ സംഭവിക്കാമായിരുന്നു. എല്ലാവരും കൂടി നിർത്തിയിട്ടാണ് ഇവിടെ ഈ പവർ ലൈൻ തന്നെ പൊട്ടി വീണാല് മൊത്തം ഇവിടെ എല്ലാവരും മരിച്ചു വീഴും. അത്രയും പവറുള്ള സാധനമാണ്. നമ്മള് വിളിച്ച് പറഞ്ഞതാണ്. അപ്പൊ ഇത് അവര് ഈ പ്രദേശത്തുള്ള ആർക്കും ഒരു മരം വരെ തൊടാനുള്ള അനുമതിയില്ല. കാരണം അവര് വന്നിട്ട് അവര് മുറിച്ചിടണം.